ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം കല്യാണത്തിന് പോകാൻ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കല്യാണ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട് വന്നിട്ട് പുതുനഗരത്ത്, ഇത് വന്നിട്ട് തത്തമംഗലത്താണ് കേട്ടോ, അടുത്ത സ്റ്റോപ്പ് കേട്ടോ. അത്രയേ ഉള്ളൂ, അടുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്, ഇതാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ഇത് സമയം ഏകദേശം 6 മണിയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണ സാരി, എൻ്റെ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റെഡും പിന്നെ ഗ്രീനും. പിന്നെ അത് അമ്മ പുതിയ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കളറാണ്. അമ്മ മെറൂൺ കളർ, ഞാൻ പിന്നെ കുറച്ച് റെഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ 7 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കല്യാണം വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ താലികെട്ട്. പിന്നെ അതിന് ശേഷം അമ്പലത്തിലാണ് എന്താ പറയുക സദ്യ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് രാവിലെ വീഡിയോയും ഫോട്ടോയും എടുക്കണതിൻ്റെ ഒരേ ബഹളമായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അവിടെ രാവിലെ അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം തലേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫോട്ടോസും എല്ലാം എടുത്തു കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ലൈറ്റായിട്ട് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. ഞാനും അങ്ങനെ നേരത്തെ ആയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ട്രാവലറിലാണ് കയറിയത് കേട്ടോ. ട്രാവലറും പിന്നെ ബസ് ഉണ്ടായിരുന്നു, ഒരു ട്രാവലറും ഒരു ബസ്സും കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരനൊക്കെ റിസപ്ഷനാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ പോവാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഏട്ടൻ്റെ ഷർട്ട്, ഇതാണ് കേട്ടോ. ഞങ്ങൾ ഒരേപോലെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ റെഡ് ഷർട്ട് വേണ്ട പറഞ്ഞിട്ട് പിന്നെ അത് ഏട്ടനിട്ടില്ല. പിന്നെ ഗ്രീൻ വേറെ ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഗ്രീൻ വേണ്ട പറഞ്ഞിട്ട് എന്നാൽ റിസപ്ഷൻ ഒരുപോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് വേറെ വേറെ കളറായിപ്പോയി കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്, പാറമേക്കാവ് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പെണ്ണിൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു, പിന്നെ അവർ വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോയി കേട്ടോ. അവിടെയാണെങ്കിൽ നിറയെ കല്യാണങ്ങൾ, ഗുരുവായൂരിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഇവിടെ കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു. ഓരോ കല്യാണം കഴിഞ്ഞ് പിന്നെ അടുത്തത് അങ്ങനെയാണ് കേട്ടോ. ഒരേ സമയം 2-3 കല്യാണം അങ്ങനെയില്ല, ഓരോ ടോക്കൺ നമ്പർ അനുസരിച്ചാണ് കേട്ടോ അവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു 4-5 കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരവണൻ്റെ കല്യാണം കേട്ടോ, താലികെട്ട്. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ അകത്തൊക്കെ പോയി തൊഴുത് വന്നു. അതിന് ശേഷം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഡെയിലി ഇങ്ങനെ തിരക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പാറമേക്കാവ് അമ്പലത്തേക്ക് പോകുന്നത്. നല്ല തിരക്കായിരുന്നു, സൺഡേ ആയതും പിന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ്, ഇതാ മൃദുല എന്നാണ് കേട്ടോ പേര്. അങ്ങനെ ഇതാ അടിപൊളിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. പിടിക്കണ്ട അപ്പൊ നോക്കിയേക്കാം.
ആരും ഒത്തിരി എടുക്കുന്നു. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ മണ്ഡപത്തിൽ പോയിട്ടോ. മണ്ഡപത്തിൽ പോയി പിന്നെ അവിടെ ആയിരുന്നു കേട്ടോ സദ്യയൊക്കെ. പിന്നെ അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ചൂടായിരുന്നു. നോർമൽ ദിവസത്തേക്കാളും ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നമ്മൾ പട്ടുസാരി ഉടുത്തത് കൊണ്ടായിരിക്കും കുറച്ചും കൂടി ചൂട് കൂടുതലായിട്ട് നമുക്ക് തോന്നി കേട്ടോ. പിന്നെ ബസ്സിലൊക്കെ കയറി. ഇത് അടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയമ്മയാണ് കേട്ടോ. പിന്നെ ഇത് അമ്മായിയാണ്. പിന്നെ ഞങ്ങൾ ബസ് കയറി. പിന്നെ തിരിച്ച് നമ്മളിനി പുതുനഗരത്ത് നമ്മുടെ അവിടെ പോയി. അവിടെയാണ് കേട്ടോ മണ്ഡപം. അപ്പോൾ ഇനി അടുത്തത് റിസപ്ഷൻ ഉണ്ട് വൈകുന്നേരം. ഇനി പോയിട്ട് റെഡി ആയിട്ട് നമ്മൾ റിസപ്ഷന് പോകണം. ഇതാ റെഡിയായി എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മണ്ഡപം. ഇതാണ് കേട്ടോ തത്തമംഗലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ രണ്ടുപേരുടെയും കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കല്യാണത്തിനല്ല റിസപ്ഷന് കരോക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടൊക്കെ പാടുന്നത് കേൾക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവിടെ സ്റ്റേജിൽ നിൽക്കുന്നതും പിന്നെ ഇടയിൽ അതിൻ്റെ വീഡിയോസ്, രാവിലെ കല്യാണം കഴിഞ്ഞതിൻ്റെ വീഡിയോസൊക്കെ സൈഡിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പാട്ടും എല്ലാം കൂടി നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ റിസപ്ഷനൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ കല്യാണ ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ പോണ സമയത്ത് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. അത് ഫസ്റ്റ് എടുക്കണമായിരുന്നു, പക്ഷേ ഇരുട്ടായപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ റിസപ്ഷൻ എല്ലാം അടിപൊളിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.